പ്രിയമുള്ള Amen. ദൈവമക്കളെ, ഇന്നു മുതൽ ചില ആഴ്ചകൾ ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം എന്നുള്ള വിഷയമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ കഴിഞ്ഞ നാളുകളിൽ പ്രോഫസി എന്നുള്ള വിഷയമായിരുന്നു. യേശു കർത്താവ് ഒരു 44 പ്രോഫസി ഫുൾഫിൽ ചെയ്ത വിഷയത്തെക്കുറിച്ചായിരുന്നു ഞാൻ നിങ്ങളോടുമായിട്ട് ഷെയർ ചെയ്തത്. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രോഫസൈ ചെയ്യേണ്ടതെന്ന് ഉള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനിടയായി തീർന്നു. നമ്മൾ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ട വിധം എങ്ങനെയൊക്കെയെന്ന് പറയുവാനിടയായി തീർന്നു. ഇന്ന് മുതൽ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്, കേരളത്തിലല്ല മലയാളികളുടെ കൂട്ടത്തിൽ വലിയ വിഷയം പരിശുദ്ധാത്മ സ്നാനം ആവശ്യമുണ്ടോ ഇല്ലയോ, ഉണ്ടോ ഇല്ലയോ. പിന്നെ അത് മാത്രമല്ല, അത് തെറ്റാണെന്നും അന്യഭാഷ തെറ്റാണെന്നും അന്യഭാഷ ഇല്ലെന്നും ഒക്കെ എന്തൊക്കെയോ ആകെ ഒരു വലിയ കൺഫ്യൂഷനിൽ കൂടിയാണ് ഇന്ന് ക്രിസ്തീയ സമൂഹം മിക്കവാറും എല്ലാം പോകുന്നത്. ഇപ്പോൾ പരിശുദ്ധാത്മ സ്നാനം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന രണ്ട് കൂട്ടരുണ്ട്. കത്തോലിക്ക സഭയിലെ കരിസ്മാറ്റിക്കാർ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ പെന്തിക്കോസുകാർ ഒരു 50% ആൾക്കാരും വിശ്വസിക്കുന്നുണ്ട്. 50% ആൾക്കാർ അങ്ങനെ അവർക്ക് അനുഭവം ഇല്ലാത്തത് കൊണ്ട് അവരത് വിശ്വസിക്കുന്നുമില്ല. അന്യഭാഷ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് കൂടുതൽ ആൾക്കാരുടെ. അത് തെറ്റാണ്. പെന്തിക്കോസുകാർ പറയുന്ന അന്യഭാഷ തെറ്റാണെന്ന് പറയുന്നവരാണ് ഒരുപാട് പേര്. ഇങ്ങനെയൊക്കെ കൺഫ്യൂഷനിൽ കിടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആരുടെയും കൺഫ്യൂഷൻ ഞാൻ മാറ്റുന്നില്ല. നിങ്ങളുടെ കൺഫ്യൂഷൻ പോലെ തന്നെ കിടന്നോട്ടെ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. അത് നിങ്ങൾ വേണമെങ്കിൽ കൈക്കൊള്ളുക, വേണ്ടാത്തവർ കൈക്കൊള്ളാതിരിക്കുക. അത്രേ എനിക്കറിയത്തുള്ളൂ. കാരണം ഇത് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു ചുമതല എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നു. ഒന്ന്, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. മത്തായി 3:11. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. ഇവിടെ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞ വാക്കുകളാണ് നമ്മൾ കേട്ടത്. എന്താണ്? ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സ്നാനം കഴിപ്പിക്കുന്നത്? മാനസാന്തര സ്നാനം. അപ്പോ എന്നിട്ട് പറയാണ്, എന്നാൽ എൻ്റെ പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട്. ഞാൻ വെള്ളത്തിലാണ് സ്നാനപ്പെടുത്തുന്നത്. എൻ്റെ പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട്. അവൻ എന്നേക്കാൾ ബലവാനാണ്. അവൻ എന്ത് ചെയ്യും? അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് കഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല. അപ്പം യോഹന്നാൻ സ്നാപകൻ തൻ്റെ അയോഗ്യതയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ച്, യോഹന്നാൻ സ്നാപകൻ്റെ അമ്മയും കർത്താവിൻ്റെ അമ്മ മറിയയും തമ്മിൽ റിലേഷൻ ഉള്ളതാണ്. കർത്താവിൻ്റെ അമ്മ ഗർഭിണിയാണെന്നെ ഉടനെ തന്നെ പോയത് എലിസബത്തിൻ്റെ അടുക്കലായിരുന്നു. എലിസബത്തിൻ്റെ അടുക്കൽ വന്ദനം പറഞ്ഞപ്പോൾ തന്നെ അപ്പോൾ എലിസബത്ത് എന്ത് ചെയ്തു? പിള്ള പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മാവിൽ തുള്ളിയെന്ന് നമ്മൾ ഗർഭപാത്രത്തിൽ വെച്ച് അങ്ങനെ നടന്നതായിട്ട് നമ്മൾ 6 മാസം പ്രായമായ കുഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറയുന്നത് നമ്മൾ കണ്ടു. പരിശുദ്ധാത്മാവ് അവിടെ വെച്ച് തന്നെ നിറയുന്നത് നമ്മൾ കണ്ടു. അപ്പോ അങ്ങനെയൊക്കെയുള്ള സംഭവമുണ്ട്. അപ്പോൾ 6 മാസം പ്രായക്കൂടുതലുള്ള ഒരു വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ. അപ്പൊ യോഹന്നാൻ സ്നാപകനും യേശുവും തമ്മിൽ ജഡീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻ ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് അനുസരിച്ചിട്ട് ചിലർ പറയുന്നു യേശു ദൈവമല്ല എന്ന് പറയുന്നു, വാദിക്കുന്നു. നിങ്ങൾ വല്ല കേട്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. കേട്ട് കാണാൻ ചാൻസ് ഉണ്ട്. ദൈവമല്ല എന്ന് വാദിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് കേരളത്തിൽ. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം ബൈബിള് വായിക്കുക. എങ്ങനെ വായിക്കണം? നിങ്ങളുടെ മതത്തിൻ്റെ അനുസരിച്ചിട്ട് വായിച്ചാൽ നിങ്ങൾക്കൊട്ടും മനസ്സിലാകത്തില്ല. നിങ്ങൾ ഇതൊന്നും അറിയാൻ വയ്യാത്ത ഒരു വ്യക്തി എന്ന നിലവാരത്തിൽ വായിച്ചാൽ നിങ്ങൾക്ക് വല്ലതും പിടി കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നും പിടി കിട്ടത്തില്ല. നിങ്ങൾ പിടിച്ചു വെച്ചേക്കുന്നത് കൊണ്ട് നടക്കുകയും ചെയ്യും. വായിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ വായിച്ചാൽ നിങ്ങൾക്ക് വല്ലതൊക്കെ മനസ്സിലാകും. മനസ്സിലാകാത്ത കാര്യം കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് പറഞ്ഞു തരും.
വേറെ നിങ്ങൾക്കറിയാവുന്ന ഉപദേശിമാരോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കറിയാവുന്നതേ അവർ പറഞ്ഞു തരത്തുള്ളൂ. അതിൻ്റെ മർമ്മങ്ങളെ നിങ്ങൾക്ക് കിട്ടത്തില്ല. എന്നോട് ചോദിച്ചാലും എനിക്കറിയാവുന്നതേ കിട്ടത്തുള്ളൂ. പിന്നെ ആർക്കോട് ചോദിച്ചാൽ അതിന് ശരിയായിട്ടുള്ള ഉത്തരം കിട്ടത്തുള്ളൂ. കർത്താവിനോട്, ഇതിൻ്റെ ഓഥറിനോട് ചോദിക്കണം എന്താണ് ഇതിന്റെ കാരണം. ഞാൻ ഇന്നാളിലൊക്കെ നിങ്ങളോട് പറഞ്ഞു, ഫെയ്ത്ത് ആൻഡ് ബിലീഫ് ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ളവരെ എനിക്കറിയത്തില്ല. വിശ്വാസം, മലയാളത്തിൽ വിശ്വാസം എന്ന ഒരൊറ്റ വാക്കാണുള്ളത്. ഫെയ്ത്ത് എന്നും ബിലീവ് എന്നും രണ്ട് വാക്ക് ഇംഗ്ലീഷിനകത്തുണ്ട്. ഇതിന്റെ ഡിഫറൻസ് ആർക്കെങ്കിലും അറിയാമോ? ഞാൻ ചോദിക്കുന്നത് ആർക്കെങ്കിലും അറിയാമോ? ഒന്ന് വായിച്ചു, അന്നേരം നിങ്ങൾക്ക് അത് മനസ്സിലാകും. റോമാലേഖനം 10-ാം അധ്യായം 16-17 വാക്യം ഒന്ന് വായിച്ചേട്ടാ. റോമാലേഖനം 10-ാം അധ്യായം 16-17 വാക്യങ്ങൾ. എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. കർത്താവെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചതാർ വിശ്വസിച്ചു എന്ന് യെശയ്യാവ് പറയുന്നുവല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഒരു പ്രാവശ്യം കൂടെ വായിച്ചാൽ. എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചതാർ വിശ്വസിച്ചു എന്ന് യെശയ്യാവ് പറയുന്നുവല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഒരു വാക്ക് 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. വിശ്വാസം എന്ന വാക്ക് 2 പ്രാവശ്യം എഴുതിയിരിക്കുന്നത് നിങ്ങൾ കണ്ടോ അതിനകത്തില്? യെസ്, അത് ഇംഗ്ലീഷിൽ ഇനി വായിച്ചാണ്. But they have not all obeyed the gospel. For Isaiah said, Lord, who hath believed our report? So then faith comes by hearing, and hearing by the word of God. ഓക്കെ, ഇപ്പൊ വായിച്ച കർത്താവിന്റെ ആശ്രമം ഞാൻ ചോദിക്കുന്നു, വിശ്വാസം എന്ന എത്ര വാക്കുണ്ട് അതിനകത്തില്? 2. ഇംഗ്ലീഷിൽ എത്ര വാക്കുണ്ട്? ഒരു വാക്ക് ഫെയ്ത്ത്, ഒരു വാക്ക് ഒന്നേ ഉള്ളൂ. Faith comes by hearing, and hearing by the word of God. ഒന്നുകൂടെ വായിച്ചേ, 16-ാമത്തെ വാക്യം. But they have not all obeyed the gospel. For Isaiah said, Lord, who hath believed our report? Who hath believed? Believed എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം എന്നല്ലയോ? Yes. ഓക്കെ. പിന്നെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, so then faith cometh by hearing, hearing by the word of Christ. അപ്പൊ ഇവിടെ വിശ്വാസം എന്നുള്ളതിന് ഫെയ്ത്ത് എന്ന് എഴുതിയിരിക്കുന്നു. അതെന്തിനാ ഇങ്ങനെ 2 വാക്ക് എഴുതിയിരിക്കുന്നത്? 2-ന് ഒരു വാക്ക് പോരായിരുന്നോ? 2 വാക്ക് എഴുതിയിട്ടുണ്ടോ? 2 വാക്ക് എഴുതിയിട്ടുണ്ടോ ഇല്ലയോ? അതെന്തിനാ 2 വാക്ക് എഴുതിയിരിക്കുന്നത്? വിശ്വാസം കേൾവിയാലും ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഇതൊരു 10,000-കണക്കിന് പ്രാവശ്യം നിങ്ങളോടെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആർക്കും മനസ്സിലായിട്ടില്ല. ഇനി മനസ്സിലാക്കാനായിട്ട് പോകുന്നുമില്ല. കാരണം മനസ്സിലാക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? മനസ്സിലാക്കുമായിരുന്നു. കാരണം ഈ ആവശ്യക്കാരനെ മനസ്സിലാക്കത്തുള്ളൂ. ആരെ മനസ്സിലാക്കത്തുള്ളൂ? ആവശ്യക്കാർ മാത്രമേ. എനിക്ക് ഈ പറയുന്നതിനകത്ത് എനിക്ക് വലിയ കാര്യമില്ലെന്ന് പറയുന്നവർക്ക് എന്തില്ല? ആവശ്യമില്ല. ഓക്കെ. അപ്പം ഇവിടെ ബാപ്റ്റിസം, അതുപോലെ തന്നെ കർത്താവ് പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മ സ്നാനം എല്ലാരും പ്രാപിക്കാത്ത എന്താ? എല്ലാരും ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞിട്ട് എല്ലാരും ആവശ്യക്കാര് അല്ല. നമ്മുടെ പ്രശ്നം ഇങ്ങനെയാണ്. ഞാൻ കണ്ടേക്കുന്ന പ്രശ്നം. ഓക്കെ, ഞാൻ യാക്കോബായിലായിരുന്നപ്പം ഒരു പരിധി വരെ
യാക്കോബയിലെ കാര്യങ്ങളെല്ലാം ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്ന ഒരുപോലൊക്കെ ശരിയാണെന്ന് എന്ത് ചെയ്തായിരുന്നു? ഞാൻ വിശ്വസിച്ചു. അപ്പം അവിടെ എല്ലാം ഒരുവിധം ശരിയാണെന്ന് വിശ്വസിച്ചു. പക്ഷേ അവിടെ നിന്ന് ദൈവവചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ അതും ഇത് ദൈവവചനോട് കണക്ട് ചെയ്തോണ്ട് അത് പറഞ്ഞേക്കുന്നതൊക്കെ ശരിയാ. പുരോഹിതന്മാർക്ക് തലക്കെട്ടുണ്ട്, തലപ്പാവുണ്ട്, അങ്കിയുണ്ട്, തൊപ്പിയുണ്ട്, അതെല്ലാം കണ്ടു. അത് ശരിയായി കഴിഞ്ഞു. പക്ഷേ പെന്തക്കോസ് വന്നു കഴിഞ്ഞ ഉടനെ പെന്തക്കോസുകാർ അറിയുന്ന എല്ലാം വിശ്വസിക്കണം എന്ന് പറഞ്ഞുടനെ അതിനകത്തിലും ഈ പറഞ്ഞ മാതിരി തകരാറുകൾ ഒത്തിരി കാണുന്നു. അപ്പൊ എല്ലാ സമുദായത്തിലും എന്തോ ഉണ്ട്, അവരവരുടേതായിട്ടുള്ള കുഴപ്പങ്ങളുണ്ട്. ഒരു ഉദാഹരണത്തിന് ഈ നല്ല ശമരിയാക്കാരൻ എന്ന് പറയുന്ന ആരാ? ഞാൻ നിങ്ങളോട് ചോദിക്കാം. നല്ല ശമരിയാക്കാരൻ ആരാ പറഞ്ഞേ? കൊച്ചുമോള് സിസ്റ്റർ. യേശു കർത്താവ്. പെന്തക്കോസുകാർ പറയുന്നു യേശു കർത്താവാണ് ആര്? നല്ല ശമരിയാക്കാരൻ. കർത്താവ് നല്ല ശമരിയാക്കാരനായി ഇറങ്ങി വന്നു. യേശു ശമരിയാക്കാരനാണോ വാസ്തവത്തിന്? അല്ല. പിന്നെ യഹൂദ. ഈ ഇദ്ദേഹത്തെ യേശുവിനെ ഇവരെന്താക്കി കഴിഞ്ഞു? ശമരിയാക്കാരനാക്കി. ഇത് എത്ര പറഞ്ഞാൽ ഒരു പ്രാവശ്യം എൻ്റെ ഒരു കൂട്ടുകാരന് ഉണ്ടായിരുന്നു. അമ്മാമയ്ക്ക് അറിയാം. അലക്സ് എന്ന് പറഞ്ഞ ആളെ അറിയത്തില്ല? അലക്സ് ബ്രദർ, കാരോട്ടണി താമസിക്കുന്ന അലക്സ്. ഞാനൊരു ദിവസം അലക്സിനോട് പറഞ്ഞു, അലക്സെ അങ്ങനല്ല, നല്ല ശമരിയാക്കാരൻ. അച്ഛനും ശരിയായിട്ട് ബൈബിൾ വായിക്കാൻ അറിയത്തില്ല, അച്ഛൻ വായിച്ച തെറ്റാണെന്ന് പറഞ്ഞ് അലക്സ് പുള്ളി യാക്കോബക്കാരനായിരുന്നു, കപ്പിയാരാകാൻ പോയത്. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് 1 വർഷം മുമ്പാണ് പുള്ളി രക്ഷിക്കപ്പെട്ടത്. ഈ പുള്ളി അടി ഉറച്ച് വിശ്വസിച്ചിരിക്കുകയാണ് യേശു ആരാണ്? നല്ല ശമരിയാക്കാരൻ. ഓക്കെ. അപ്പം ഇതിനകത്തുനിന്ന് ആരെ പിടിച്ച് പിന്തിരിപ്പിക്കാൻ പറ്റും? അത് തെറ്റാണെന്ന് ആരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും? ആരെയും മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അവരത് പിടിച്ചു വച്ചിരിക്കുകയാണ്. പിന്നെ പൗലോസിന്റെ മേളിലുള്ള ശൂലം എന്ന് പറയുന്നത് എന്തുവാ? പൗലോസിന്റെ മേളിലുള്ള ശൂലം. പൗലോസ് ഇങ്ങനെ കാലിങ്ങനെ കവച്ച് ഇങ്ങനെ വയ്യാതെ ഇങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യൻ അല്ലേ? കാലൊക്കെ ഇങ്ങനെ വെച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ. കണ്ണ് പഴുത്തതാണ്. കണ്ണിന്റെ പ്രോബ്ലം ആണ് ചിലർ. എന്തോ കണ്ണിന്റെ പ്രോബ്ലം ആണെന്ന് ചിലർ പറയുന്നു. അപ്പൊ കണ്ണളിഞ്ഞ ഒരു മനുഷ്യനായിരുന്നു, കാലിങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇവർ വിസ്തരിക്കുന്ന പൗലോസ്. പക്ഷെ ഞാൻ നോക്കിയാണ് ഈ പുള്ളിക്ക് യാതൊരു അസുഖം ബൈബിളിനകത്തോടെ കാണുന്നില്ല. പിന്നെ ഇവരെല്ലാം കൂടി ഇദ്ദേഹത്തെ എന്താക്കി? അസുഖക്കാരനാക്കി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇങ്ങനെ കാല് വയ്യാത്ത ഇങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യനാണെന്ന് അങ്ങ് ചിന്തിച്ചു. അങ്ങനെ ആണെന്ന് തന്നെ അങ്ങ് ചിന്തിച്ചു. കണ്ണുന്തി കണ്ണെല്ലാം അളിഞ്ഞു കുളിഞ്ഞ ഒരു മനുഷ്യനാണ്. ഈ ഇദ്ദേഹത്തിന് നാട്ടിൽ നടക്കുന്ന മനുഷ്യരെയൊക്കെ പിടിച്ചു വലിച്ചു കെട്ടി എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടു കൊടുക്കാനുള്ള ആരോഗ്യമുണ്ടോ? കുതിരപ്പുറത്ത് ചെന്ന് ക്രിസ്ത്യാനികളെയൊക്കെ പീഡിപ്പിക്കാനുള്ള ആരോഗ്യമുണ്ടോ? പറഞ്ഞേ. ഒരാള് പറ, ആരെങ്കിലും ഉണ്ടോ? പിന്നെ ഈ കണ്ണളിഞ്ഞതും കാല് മുടന്തനായിട്ട് മുടന്തന്മാരൊന്നും കുറവായിട്ടാന്നോ റോമില് ചക്രവർത്തിയുടെ മുന്നേ പോയി നിൽക്കുകയാണ്. ചക്രവർത്തി എന്താ ചോദിക്കണ്ടേ? ഈ കണ്ണളിഞ്ഞ് മുടന്തനെ ആന്നോടാ എൻ്റെ അടുക്ക കൊണ്ടുവന്നെന്ന് ചോദിക്കത്തില്ലയോ? ചോദിക്കൂ. അബീമലേഖിന്റെ മുന്നേ ദാവീദ് എന്ന പൊട്ടം കളിച്ചെന്ന് ദാവീദിനെ പറഞ്ഞ് ഇറക്കി വിട്ട ഓർമ്മയുണ്ടോ? പൗലോസ് അളിഞ്ഞ് പൂഴ്ത്ത ഒരു മനുഷ്യനെ കൊണ്ടുവന്നില്ല രാജാവിന്റെ മുന്നേ സംസാരിക്കാനായിട്ട്. അത് ഏത് രാജാവാ? ചക്രവർത്തിയുടെ മുന്നിൽ. ഓടിക്കത്തില്ല അന്നേരമേ. പിന്നെ ഇവരൊക്കെ ഈ പറഞ്ഞു വെച്ചേക്കുന്നത് തലയെ കയറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പെന്തക്കോസ്തുകാരുണ്ട്. അവരെ നേരെയാക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഒക്കത്തില്ല. ആകത്തില്ലെന്നേ. ഇല്ലെന്നേ, അവരൊരിക്കലും ആകത്തില്ല. കാരണം അവരങ്ങനെ വളഞ്ഞിരിക്കുക. ഞാൻ ഇവിടെ പെന്തക്കോസ്ത് വന്നെ KY ഗീവറീസ് എന്ന് പറഞ്ഞ ഒരു ദേവദാസന് ഡൽഹിയിലുണ്ടായിരുന്നു. ഇദ്ദേഹം എൻ്റെ അടുക്ക വരും. എൻ്റെ അടുക്ക വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കരോളിനെ ഞാൻ നടത്തുന്ന മീറ്റിങ്ങിനൊക്കെ വരും. അപ്പോൾ എൻ്റെ കൂടെ
ഏബ്രാച്ചാൻ എന്ന് പറഞ്ഞ ഒരു അച്ചാന് എന്നെക്കാട്ടില് 10 വയസ്സിന് മൂത്തുള്ള ഒരു അച്ചാനാ. ഇപ്പൊ പുള്ളി അമ്മാവയ്ക്ക് അറിയാം, ഇപ്പൊ ഫ്ലോറിഡയിലുണ്ട്. 10-12 വയസ്സിന് 10-15 വയസ്സിന് മൂത്തതാ പുള്ളി. പുത്തൻകാവുകാരനാ. അപ്പം ഈ അച്ചാനെ ഈവറീസ് പാസ് കണ്ടോണ്ട് എന്നോട് പറഞ്ഞു, മോണിച്ചൻ ബ്രദറെ, ഈ മനുഷ്യനെ സൂക്ഷിച്ചോണം. ഞാൻ ചോദിച്ചു എന്തു പറ്റി? ഈ പുള്ളി വളഞ്ഞു കിടന്ന് വിളഞ്ഞ ഒരു സാധനമാണെന്ന് പറഞ്ഞു. അപ്പൊ വളഞ്ഞു കിടന്ന് വിളഞ്ഞെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്താ വളഞ്ഞു കിടന്ന് വിളഞ്ഞെന്ന് പറഞ്ഞാൽ എന്തോ അതിന്റെ അർത്ഥം? വളല്ലെങ്കിൽ കല്ല് കെട്ടിയില്ലെങ്കിൽ വളഞ്ഞു കിടന്ന് വിളി. അത് തന്നെ. അപ്പൊ പറഞ്ഞു, പടവലങ്ങ കല്ല് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വളഞ്ഞു കിടന്ന് വിളയും, അതിന്റെ പിന്നെ പിടിച്ചു നോക്കാൻ പോയാൽ അതെന്ത് ചെയ്യും? ഒടിഞ്ഞു പിടിഞ്ഞു പോകും. അപ്പൊ ഇത് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ്, ഈ വളഞ്ഞു കിടന്ന് വിളഞ്ഞതിന് എന്റെ അടുക്കൽ എന്തിനാ കൊണ്ടുവന്നത്? അപ്പൊ കർത്താവ് പറഞ്ഞു, നീ വളഞ്ഞതിനെ നിന്റെ അടുക്ക കൊണ്ടുവന്നില്ല, നിന്റെ വളവ് നൂർക്കണമെന്നുണ്ടെങ്കിൽ ഈ വളഞ്ഞതിനെ നിന്റെ അടുക്ക കൊണ്ടുവരണം. അപ്പൊ എന്റെ വളവ് നൂർക്കാനാണ് കർത്താവ് എന്ത് ചെയ്തത്? ആ വളഞ്ഞു കിടന്ന് വിളഞ്ഞവനെ എന്റെ അടുക്കൽ കൊണ്ടുവന്ന് വിട്ടത്. അപ്പം എന്ന് പറഞ്ഞ മാതിരി ഈ നമ്മൾ ഈ പറയുന്നതെല്ലാം സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ സ്വീകരിച്ചാല് നിങ്ങൾക്ക് എന്തുണ്ടാകും? പ്രയോജനമുണ്ടാകും. അത് പ്രയോജനം ഉണ്ടാകാൻ വേണ്ടിയുള്ളതാണ് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മ സ്നാനം. ഓക്കെ. അപ്പൊ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 7-8 വാക്യം ഒന്ന് വായിച്ചാണ്. മർക്കോസ് 1-ാം അധ്യായം 7-8 വാക്യം. എന്നിലും ബലമേറിയവൻ എന്റെ പിന്നാലെ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുമെന്ന് അവൻ പ്രസംഗിച്ചു പറഞ്ഞു. അപ്പൊ അവൻ നിങ്ങളെ എന്തിൽ സ്നാനം കഴിപ്പിക്കും? പരിശുദ്ധാത്മാവിൽ. അപ്പം സ്നാനം എന്ന് പറയുന്നതിനകത്ത് 2-3 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞത്. ഞാൻ കുറച്ച് ആൾക്കാരെ ഞാൻ സ്നാനം കഴിപ്പിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് സ്നാനം കഴിപ്പിച്ചത് 2005-ലായിരുന്നു. ഞാൻ ഈവറീസ് പാസിനൊക്കെ പോയാണ്, ഡൽഹി പോയാണ്. 63 പേര് അവിടെ വെച്ച് സ്നാനപ്പെട്ടു. അവിടെ ഞാൻ ആരെയും സ്നാനപ്പെടുത്തിയൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് പലയിടത്തും പോയി കരടിച്ചാലി വന്ന് അവിടെ ക്രൂസൈഡ് നടത്തിയുണ്ട്. അവിടെ 10 പേര് സ്നാനപ്പെടാനായിട്ട് ഇറങ്ങി വന്നു. അതിനകത്തിൽ 5 പേരെ ഞാൻ സ്നാനപ്പെടുത്തി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ സ്നാനപ്പെടുത്തിയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ വല്ല പാസ്റ്റർ തന്നെ സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞു. അന്നേരം ബിനോയ് പാസ്റ്റർ ഉണ്ടായിരുന്നു. ബിനോയ് പാസ്റ്ററോട് എങ്ങനെയാ സ്നാനപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു. അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ സ്നാനപ്പെടുത്തിയത് അങ്ങനെയായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ പല സ്നാനങ്ങളും ചെയ്തിട്ടുണ്ട്. അധികം സ്നാനമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ബിനോയ് പാസ്റ്റർ അറിയാം. ബിനോയ് പാസ്റ്റർ ഇതിൻ്റെ എല്ലാം വീഡിയോ പിടിച്ചിട്ടുള്ളത്, സ്നാനത്തിൻ്റെ എല്ലാം വീഡിയോ പിടിച്ചിട്ടുള്ള അദ്ദേഹമാണ്. പിന്നെ ഇപ്പം എനിക്കിനിയും എത്ര കാലം നാട്ടിൽ പോയി ശുശ്രൂഷിക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ ശുശ്രൂഷിക്കാൻ പറ്റുന്ന കാലത്തോളം ഞാൻ ശുശ്രൂഷിക്കുന്നു. നിങ്ങൾക്ക് എനിക്ക് കിട്ടിയിരിക്കുന്ന വെളിപ്പാടുകളെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഉപയോഗിക്കാൻ മനസ്സുള്ളവർ എന്ത് ചെയ്യണം? ഉപയോഗിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ നന്മ അനുഭവിക്കാൻ സാധിക്കും. ഓക്കെ. പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. യേശുവിനെ പരിശുദ്ധാത്മാവിൽ ദൈവം നിറച്ചോ സ്നാനപ്പെടുത്തിയോ? യേശു സ്നാനമേറ്റ ഉടനെ അവൻ എന്ത് ചെയ്യും? പ്രാർത്ഥിച്ചു. സ്വർഗം തുറന്നു. ദൈവത്തിന്റെ ആത്മാവ് പ്രാവെന്ന പോലെ അവന്റെ മേൽ വരുന്നതും അവൻ എന്ത് ചെയ്തു? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു ശബ്ദവും ഉണ്ടായി. യേശു 40 നാൾ ഉപവസിച്ചു. പിന്നെ പറയുന്നത് ആത്മാവിന്റെ ശക്തിയോടെ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളൊന്ന് വായിച്ചേട്ടെ. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിൽ ഒക്കെയും പരന്നു. അപ്പൊ യേശു മതി. ഇനി അതിന്റെ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം വായിച്ചാട്ടെ. നസറേയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ
വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പം യേശുവിന് പരിശുദ്ധാത്മാവിനാലും ശക്തിയാലുമുള്ള സ്നാനം എന്തായിരുന്നു ആവശ്യം ആയിരുന്നു. അപ്പം എനിക്കും നിങ്ങൾക്കും ആവശ്യമാണോ ഇല്ലയോ എന്ന് ആരാ തീരുമാനിക്കേണ്ടത്? നമ്മൾ തീരുമാനിക്കണം. ആവശ്യക്കാരനാണ് തീരുമാനിക്കേണ്ടത് അല്ലേ? എനിക്ക് ഈ വീട് വേണം, എനിക്ക് ഈ വണ്ടി വേണം, എനിക്ക് ഇത് വേണം, അത് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആരാ? അവരവരല്ലയോ? നിങ്ങൾ ഈ കടയിൽ ചെന്നാല് ഒരു 500 സാരി നിരത്തിയിട്ടെന്ന് പറഞ്ഞാലും ഈ നിങ്ങളെ പോലുള്ള സ്ത്രീകൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെല്ലാം കുഴച്ച് ഒരു സാരി എടുക്കാനാണെന്ന് 500 തപ്പി പിടിക്കത്തില്ലേ? തപ്പി പിടിച്ച് മാറ്റി ഇടുന്നത് വേറൊരാൾ വരുന്നുണ്ട്, ആ പുള്ളിക്കാരത്തിക്ക് അത് ഇഷ്ടമാണ്, നിങ്ങൾ മാറ്റിയതിന് അവർക്ക് ഇഷ്ടമാണ് അല്ലയോ? അപ്പം എല്ലാവരുടെയും ഇഷ്ടത്തിനുള്ള അവിടെ ഇഷ്ടം പോലെ കിടപ്പുള്ളത് കൊണ്ട് നമുക്ക് മാറ്റി മറിക്കാനായിട്ട് പറ്റും. പക്ഷെ നമ്മളൊരു വെജിറ്റബിൾ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു സാധനം മാറ്റിയെടുക്കാൻ തുടങ്ങി അവർ സമ്മതിക്കുമോ? കേരളത്തിന് പറ്റുമോ? കേരളത്തിലുള്ളവരുടെ ചോദിക്കുന്നത്. നിങ്ങൾ കടയിൽ ചെന്ന് ഒരു സാധനം ടൊമാറ്റോയോ അതൊന്നും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കൈക്ക് ഒരു അടി തരും ഇല്ലയോ? പ്രൈസലോൾ. എന്നാൽ സാരി വാങ്ങുന്നതിന് ഇഷ്ടം പോലെ തപ്പിക്കും, ഒരു കുഴപ്പമൊന്നുമില്ല. വെജിറ്റബിളെ തൊടാൻ സമ്മതിക്കത്തില്ല. അപ്പം നമ്മൾ നോക്കണം. അപ്പം നമുക്ക് തിരഞ്ഞെടുപ്പ് നമുക്കുള്ളതാണ്. അപ്പം നമ്മൾ സാരി തിരഞ്ഞെടുക്കുന്ന പോലെ അല്ല തിരഞ്ഞെടുക്കേണ്ടത്. കർത്താവ് തരാമെന്ന് പറഞ്ഞതിനെ സ്വീകരിക്കാൻ നമ്മൾ എന്തായിത്തീരണം? തയ്യാറാകണം. എന്നാൽ യാക്കോബായാണെന്നുണ്ടെങ്കിൽ ഒരു മൂറോ എന്ന് പറഞ്ഞ ഒരു തൈലമുണ്ട്, അത് റോമിന്നോ ഒന്തിയൊക്കെയെന്നോ കൊണ്ടുവന്നാണെന്നോ ഇവരുണ്ടാക്കിയാണെന്നോ അതൊന്നും എനിക്കറിയത്തൊന്നുമില്ല. പക്ഷെ ആ തൈലം എന്ത് ചെയ്യും? തലയിൽ ഇങ്ങനെ ഒന്ന് കുരിശ് വരയ്ക്കാതെ തൊട്ടിട്ട് അച്ഛന്മാര്, അത് എന്തുവാണെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ, നമുക്കറിയത്തൊന്നുമില്ല. വല്ലതും അറിയാമോ? പരിശുദ്ധാത്മാവുകൊണ്ട് മുദ്രയിടുക. അല്ല, ജോണാസ് സെബാസ്റ്റ്യനോട് ചോദിക്കാം, അതെന്തോ ആ തൈലമെന്നോ വല്ലതും അറിയാമോ? ഇപ്പൊ കൊണ്ടത്തെ ദേവലോകത്ത് ഇപ്പൊ ഉണ്ടാക്കുന്നുണ്ട്. നേരത്തെ അവിടുന്ന് കൂടെ ചേർത്ത തൈലം ഒരു തൈലമാ. അത് ഒരു വിശുദ്ധ തൈലമായിട്ടാണ് അവരവിടെ കരുതുന്നത്. അതാണ് പുരട്ടുന്നത്. അപ്പം അത് അടക്കാൻ നേരത്തും പുരട്ടും, ജനിക്കുമ്പോഴും മാമോദിസായുടെ അപ്പോഴും പുരട്ടും. വെള്ളത്തിൽ ഒഴിക്കും. വെള്ളത്തിൽ ഒഴിക്കത്തൊന്നുമില്ല. കുഞ്ഞിന്റെ ദേഹത്ത് പറ്റത്തേ ഉള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഓർത്തഡോക്സ് പള്ളിയിലുണ്ട്. ആണോ? എന്നാ വെള്ളത്തിൽ ഒഴിക്കുക എനിക്കറിയത്തില്ല. എന്നാൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ സ്നാനം നമുക്ക് കിട്ടും. അപ്പൊ ആ സ്നാനം സ്വീകരിക്കാൻ മനസ്സുള്ളവർക്ക് സ്വീകരിക്കാം. ഇപ്പം ഞാൻ ഡാളസിലായിരുന്നപ്പോഴ് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ആ സമയത്ത് ആഗ്രയിലുള്ള ഒരു സ്റ്റീഫൻ ജോർജ് വാസ് എന്ന് പറഞ്ഞ ഒരാള് ഞങ്ങളുടെ ചർച്ചിൽ കൺവെൻഷന് വന്നു. അദ്ദേഹം വളരെ ബെന്നിഹീനെ പോലൊക്കെ ശുശ്രൂഷിക്കുന്ന ഒരു ദേവദാസനായിരുന്നു. അപ്പം അദ്ദേഹം വന്ന് ശുശ്രൂഷിച്ചിരുന്നപ്പം എനിക്ക് ആത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞു. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ വാക്കുകൾ എൻ്റെ നാവിന്മേൽ വന്നു. മീറ്റിങ്ങും കഴിഞ്ഞു. പിറ്റേ ദിവസം മീറ്റിംഗ് ഇല്ല, തീർന്നു, അതോടുകൂടി തീർന്നു. അപ്പം ഞാൻ വീട്ടിൽ വന്നിരുന്നപ്പോൾ എനിക്ക് നല്ല ആത്മാവിൻ്റെ ശക്തിയോടാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് പ്രാർത്ഥിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാനും അറിയത്തൊന്നുമില്ല. ഞാനൊരു പുതു ക്രിസ്ത്യാനിയല്ലയോ, എനിക്കൊട്ടും അറിയത്തുമില്ല. അപ്പം ഞാൻ ഒരാളെ വിളിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇതുപോലെ ആത്മാവിൻ്റെ ശക്തിയിൽ ഇരിക്കുകയാണ്, എനിക്കൊന്ന് പ്രാർത്ഥിച്ചാൽ കൊള്ളാമെന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു. ആ സഹോദരൻ പറഞ്ഞു, ഓടി വാ, നമുക്ക് ഇപ്പം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നിരുന്നു. അന്നേരം തൊട്ട് ചെന്നപ്പം പോലെ 1 മണിക്കൂർ സമയം പുള്ളി ഏതാണ്ടൊക്കെ വർത്താനം പറഞ്ഞ്, ഞാനും ഏതാണ്ടൊക്കെ പറഞ്ഞിരുന്ന് ഒടുവിൽ ഉള്ളതും പോയിടാ സുള്ളക്കണ്ടെന്നും പറഞ്ഞ് ഞാൻ വീട്ടിൽ പോരുകയും ചെയ്തു. കെട്ടിയതും പോയി കയ്യിൽ നിന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഏകദേശം 1 വർഷം 1.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഈ ആത്മസ്നാനം എനിക്ക് രണ്ടാമത് എനിക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രാവശ്യം ഒരു അമ്മാമ്മ ഞങ്ങളുടെ ചർച്ചിൽ വന്നു. ഈ ചർച്ച വന്നാണ് ഈ അമ്മാമ്മയ്ക്ക് ഞാനൊരു CD കൊടുത്തു. ഇത് കേൾക്കാൻ പറഞ്ഞു. ഈ പുള്ളിക്കാരത്തി ഇത് കേട്ടു. പിറ്റേ ആഴ്ചയിൽ പുള്ളിക്കാരത്തി ആരാധനയ്ക്ക് വന്നു. അപ്പോൾ പാസ്റ്റർ പുള്ളിക്കാരത്തിൻ്റെ തല്ലിലോട്ട് കൈവച്ചപ്പോൾ പുള്ളിക്കാരത്തി പെടഞ്ഞു വീണ് പുള്ളിക്കാരത്തി ഏതാണ്ടൊക്കെ അന്യഭാഷയിലൊക്കെ ഞാൻ പറയാൻ തുടങ്ങി. അപ്പോൾ പുറകെ ഇരുന്ന് വേറൊരു അമ്മാമ്മ എവിടെ നിന്നിട്ട് പറഞ്ഞു, ഓ അവിടെ മേൽ പിശാച് കയറിയതാന്ന് പറഞ്ഞു. ആര് കയറിയാന്ന്?
അപ്പൊ പ്രായമുള്ള ഒരു അമ്മാമ്മ പറഞ്ഞു അവിടെ മേലെ എന്തോ കയറിയാന്ന് പറഞ്ഞു. സാത്താനാന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ട് അത് കേട്ട ഈ പുള്ളിക്കാരത്തി എന്ത് ചെയ്തു? അന്ന് മുതലേ ആ പുള്ളിക്കാരത്തിക്ക് ഉണ്ടായിരുന്ന അഭിഷേകവും പോയി. നഷ്ടപ്പെട്ടു. കാരണം മുൻവിധിയോടെ ഇരിക്കുന്ന ഒരുപാട് പേരൊക്കെ ഉണ്ട്. നിങ്ങൾ അതുകൊണ്ട് അവർ പറഞ്ഞതും ഇവർ പറഞ്ഞതും ഒക്കെ മാറ്റിക്കളഞ്ഞിട്ട് നിങ്ങൾക്ക് ദൈവവചനത്തിലൂടെ പറയുന്നത് ദൈവാത്മാവിനെ നിങ്ങൾ പ്രാപിച്ചാൽ ആർക്ക് കൊള്ളാം? നമുക്ക് കൊള്ളാം. നമുക്ക് കൊള്ളാം. ഓക്കെ. അപ്പൊ ചോദിക്കും, അന്യഭാഷ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ അന്യഭാഷയെ പറ്റി പറയുന്നതിനെ കുറിച്ച് പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. അന്യഭാഷ എന്താണ്? അത് പിന്നീട് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഇത് ആദ്യം തന്നെ പറഞ്ഞിട്ട് മുന്നോട്ട് പോവാം. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ കിടന്ന് സംശയിച്ചുകൊണ്ടിരിക്കും രാത്രി മുഴുവനും. പിന്നെ അടുത്ത ആഴ്ച വരുന്നതാണ് എന്നോട് ചോദിക്കാനും പറയാനും ഒന്നും നിൽക്കേണ്ട. അതുകൊണ്ട് അന്യഭാഷ എന്ന് പറയുന്ന ഒരു സാധനത്തെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് ഒരു ചെറിയൊരു അറിവ് ഞാൻ തരാം. എന്നിട്ട് പിന്നീട് പഠിപ്പിക്കുന്നുണ്ടെ ശരിയായിട്ട് നിങ്ങളെ പഠിപ്പിക്കാം. ഓക്കെ. അന്യഭാഷ 4 തരത്തിലുണ്ട്. എങ്ങനെയുണ്ട്? 4 തരത്തിൽ. 4 തരത്തിലുണ്ട്. നിങ്ങൾ ഇതിനു മുമ്പ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ 4 തരത്തിൽ അന്യഭാഷ ഉണ്ടെന്ന് വല്ലതും പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഒരു തരത്തിലുള്ള അന്യഭാഷയുണ്ട്. അതെന്താണ്? ഒരു തരത്തിലുള്ള ഭാഷ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു അന്യഭാഷയെ പറ്റി എന്ന് പറഞ്ഞേ. അപ്പോസ്തല പ്രവൃത്തി 2. അല്ല, നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷ ഇവരെല്ലാം പറയത്തില്ലയോ? ഭാഷ സംസാരിക്കുന്നവൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ, വ്യാഖ്യാനിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ദൈവത്തോട് സംസാരിക്കുന്നു. അല്ല, അത് വ്യാഖ്യാനിക്കണം, ഇന്റർപ്രിട്ടേഷൻ നടത്തണമെന്ന് പറയുന്നില്ലയോ? അല്ലെന്നുണ്ടെങ്കിൽ അവൻ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്നല്ലേ ആൾക്കാരെല്ലാം പറയുന്നതാണോ? അതുകൊണ്ട് അന്യഭാഷ തെറ്റാണെന്ന് പഠിപ്പിക്കുന്നവരാണ് കൂടുതലും നിങ്ങൾ കേൾക്കാറുള്ളത്. അങ്ങനെ കേട്ടിട്ടുണ്ടോ ഇല്ലയോ? ഉണ്ട്. അത് കാരണം കേരളത്തിലെ മലയാളി ക്രിസ്ത്യാനികൾക്കെല്ലാം ഒരു വലിയ പ്രശ്നമായിട്ട് കിടക്കുക. അത് ആദ്യം ഒന്ന് വായിച്ചു. 1 കൊരിന്ത്യർ 14-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണം എന്നും വിശേഷാൽ പ്രവചിക്കണം എന്നും ഞാൻ ഇച്ഛിക്കുന്നു. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയവർദ്ധനം ലഭിക്കേണ്ടതിനെ വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. ഇതല്ലേ എല്ലാരും പറയുന്നത്? അതെ. ഓക്കെ. ഇനിയും 2-ാം അധ്യായം എടുത്താണ്ട് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം. 2-ാം അധ്യായത്തിനകത്ത് 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേട്ടെ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ഒരു മിനിറ്റ്. അവരെല്ലാവരും എന്ന് പറഞ്ഞ എത്ര പേരുണ്ടായിരുന്നു? 120 പേര് ഒരുമനപ്പെട്ട് പ്രാർത്ഥന. 120. നിങ്ങൾക്ക് ഷുവറിറ്റി ഉണ്ടോ? ഷുവർ ഉണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ പറയുന്നത് കേട്ടു, അവര് 12 പേരെ ഉള്ളായിരുന്നെന്ന്. 120 പേര്. അത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേ. ഒരു വലിയൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു പണ്ഡിതനാണ്, വേദപണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നത് 12 പേരെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. നിങ്ങൾ പറയുന്നു 120 പേരുണ്ടെന്ന്. നിങ്ങൾ ആര് പറയുന്ന വിശ്വസിക്കുന്നത്? ബൈബിളിൽ 1-ാം അധ്യായത്തിലല്ലോ 120 പേരെ കണ്ടത്. 2-ാം അധ്യായത്തിൽ 120 പേരില്ലല്ലോ. അവിടെ അപ്പോസ്തലന്മാർ മാത്രമല്ല 11 പേരോടുകൂടി എഴുന്നേറ്റ് നിന്നല്ലേ വായിക്കുന്നത്. അപ്പൊ ആ ആള് വ്യാഖ്യാനിച്ചപ്പോ എത്ര പേരുണ്ട്? 12 പേര്. നിങ്ങൾ വായിച്ചപ്പോ എത്ര പേരുണ്ട്? അപ്പം ഒരുത്തൻ പറഞ്ഞ് 12 വേറൊരാൾ പറയുന്നു 120. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കേണ്ടത്? വേറെ പുറത്തുനിന്ന് ഒരാൾ വന്നാൽ എങ്ങനെ വിശ്വസിക്കേണ്ടത്? ഇത് ഇങ്ങനെ എങ്ങനെ കുഴച്ചു മറിച്ചിട്ടിരിക്കുക മനുഷ്യൻ, ആണോ അല്ലയോ? കുഴച്ചു കിടക്കുക. ആ കുഴച്ചിൽ മാറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? വചനം വായിക്കണം. അപ്പം അവര് പറഞ്ഞതും ഇവര് പറഞ്ഞതും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അന്നേരം തള്ളിക്കളയാനായിട്ട് പഠിക്കണം. ഓക്കെ. അപ്പം 120 പേരുണ്ടായിരുന്നു. അവർ വന്നിരുന്നു, എല്ലാവരും അവിടെ കൂടിയിരുന്നു. പെട്ടെന്ന് പൊടിയ കാറ്റ്. ഇനിയും 12 പേരെ ഉള്ളെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും എന്നുള്ളതുകൂടെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. താഴ്ത്ത് വച്ചു.
കാറ്റടിക്കുന്ന പോലെ ആകാശത്തു നിന്നും ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഉം. അന്ന് ആകാശത്തിന് അന്യഭാഷയിൽ പറഞ്ഞു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴിലുള്ള കീഴിലുള്ള സകല ജാതികളിൽ ജാതികളിൽ യെരൂശലേമിൽ നിന്നും വന്നു പാർക്കുന്ന യെരൂശലേമിൽ വന്നു പാർക്കുന്ന യഹൂദ്യരായ യഹൂദന്മാരായ ഭക്തിയുള്ള ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കം ഉണ്ടായപ്പോൾ ഉണ്ടായപ്പോൾ പുരുഷന്മാർ വന്നുകൂടി ഓരോരുത്തരും താന്താന്റെ ഭാഷകളിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. അവരെല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവർ എല്ലാവരും ഗലീലക്കാരല്ലയോ? പിന്നെ നാം ഓരോരുത്തരും ജനിച്ച സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? പേഥ്യർ, മേധ്യർ, ഏലാമ്യർ, മെസപ്പൊത്തോമ്യർ, യഹൂദ്യർ, കപ്പദോന്യക്കാർ, പെന്തോസുകാർ, ആസ്യർ, പെഗുലൂര്യർ, പംബുലൂസ്യർ, മിസ്രൈമ്യർ, കുപ്രായന്യക്കാർ ചേർന്ന് ലിബിയ പ്രദേശത്ത് പാർക്കുന്നവർ, റോമിൽ നിന്ന് വന്ന് പാർക്കുന്നവർ, യഹൂദന്മാർ, യഹൂദ മനസാരിയർ, ക്ലേത്യർ, അറബികളായ നാം. അപ്പൊ എത്ര പേരുണ്ടായിരുന്നു? 19 പേരോളം അവിടെ ഉണ്ട് അല്ലെ? 10, 18 പേർ, 9 പേരുണ്ട്. ഉണ്ടോ ഇല്ലയോ? 17 17 18 18 എത്ര കുറച്ച് പേരുണ്ടല്ലോ. ഉണ്ടോ? ഉണ്ട്. ഇവര് 12 പേരെ പറയുന്നെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മഹാൻ പറഞ്ഞ അനുസരിച്ച് 12 പേരെ പറയുന്നെന്നുണ്ടെങ്കിൽ 12 ഭാഷയിലല്ല ഇവർക്ക് തിരിയാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ 12 പേര് കൂടുതലുണ്ടല്ലോ. 12 ദേശക്കാരുടെ അധികം പേരുണ്ടല്ലോ. അപ്പൊ അവരെ എന്താ ചെയ്തു? അവരെ വെറുതെ വിടാൻ പറ്റുമോ? അപ്പൊ ആ മഹാൻ പറഞ്ഞത് ശരിയാണോ? അല്ല. അദ്ദേഹം ഭയങ്കര ആളാണ്. ആ പണ്ഡിതനാ. ഡോക്ടറേറ്റും കാര്യങ്ങളും വീര്യങ്ങളും ഒക്കെ ഉള്ള മഹാന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബൈബിള് നമ്മൾ സ്വന്തമായിട്ട് വായിക്കണം. അപ്പൊ അവര് പറഞ്ഞപ്പം അവരന്ന് പറഞ്ഞ ഭാഷ ഇവർക്കെല്ലാം മനസ്സിലായി. അവര് തമിഴരായിരുന്നു, തെലുങ്കർക്ക് മനസ്സിലായി, കന്നഡക്കാരന് മനസ്സിലായി, ആന്ധ്രക്കാരന് മനസ്സിലായി, മറ്റുള്ളവർക്കെല്ലാം മനസ്സിലായി, മലയാളിക്കും മനസ്സിലായില്ലയോ? അവരേതോ ഭാഷയെ പറഞ്ഞു, നമുക്ക് മലയാളത്തിൽ മനസ്സിലായി. അവരേതോ ഭാഷയെ പറഞ്ഞു, തെലുങ്കർക്ക് തെലുങ്കിൽ മനസ്സിലായി, തമിഴിന് തമിഴിൽ മനസ്സിലായി. ഇങ്ങനെയാണ് അവിടെ നടന്നത്. അപ്പം നിങ്ങൾ പറയുന്ന ഭാഷ വേറൊരാൾക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ അത് അന്യഭാഷ അല്ല എന്ന് പറയുന്നവരാണ് ഒത്തിരി ആളുകൾ. ആളുകൾ. അതുകൊണ്ട് ചിലരൊക്കെ അന്യഭാഷ പറയാനായിട്ട് എന്ത് ചെയ്യുന്നു? മടിക്കുന്നില്ലയോ? വേണ്ട, ഓരോരുത്തര് വലിയ മടിക്കുന്നില്ല. മടിക്കാത്തത്. അമ്മാമ്മയില്ലേ മടിക്കാത്തത്? അമ്മാമ്മയുടെ കാര്യമല്ലല്ലോ. ഇഷ്ടം പോലെ പറയും ദിവസവും. ഓക്കെ, അമ്മാമ്മയെ കൊണ്ട് പറയിപ്പിക്കുക, അതും കുഴപ്പമില്ല. അപ്പം ഒരു ഭാഷ എന്താണ്? മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയാണ് അന്യഭാഷ, അല്ലേ? അപ്പൊ ഒരു അന്യഭാഷ ഇവിടെ പറഞ്ഞത് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യും? മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ. ഓക്കെ, അത് മനസ്സിലായല്ലോ. അങ്ങനെ ഒരു അന്യഭാഷ ഉണ്ട്. ആ അന്യഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കാര്യം അത് കുഴപ്പമില്ല, അവർക്ക് മനസ്സിലാകും, അല്ലേ? ഇനി അടുത്ത ഒരു അന്യഭാഷ ഏതാണെന്ന് നമുക്ക് നോക്കാം. റോമാലേഖനം 8-ാം അധ്യായം 26-27 വാക്യം. അതൊന്ന് വായിച്ചേട്ടെ. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. അപ്പം ഇതേത് അന്യഭാഷയാ? ഇതേത് അന്യഭാഷയാ? അത് നമ്മള് ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ വയ്യാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മളെ ദൈവസന്നിധിയിൽ അവിടെ എഴുതിയിട്ടുണ്ടല്ലോ മാമ, ഇതേത് അന്യഭാഷയാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. പക്ഷപാതം ചെയ്യുന്ന, നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്ന, പക്ഷപാതം ചെയ്യുന്ന ഭാഷ, അല്ലേ? അതെ. നമുക്ക് പറഞ്ഞ് ദൈവത്തോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അറിയാൻ വയ്യ. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് തന്നെ നമുക്ക് തുണ നിൽക്കുന്നു, സംസാരിക്കുന്ന ഒരു ഭാഷ. അത് നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്ന അന്യഭാഷ. അത് അന്യഭാഷ ഇല്ലയോ? അത് നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് മനസ്സിലാകുന്നില്ല, പുറത്തിരിക്കുന്നവർക്ക് മനസ്സിലാകുന്നില്ല, പിന്നെ ആർക്കേ മനസ്സിലാകുന്നുള്ളൂ? ദൈവത്തിന് മനസ്സിലാകും. ഓക്കെ, അപ്പൊ അത് അന്യഭാഷ അല്ലെന്ന് പറയാൻ പറ്റുമോ? ഇനി ഞാനൊരു കാര്യം, ജോൺ ഐസഭാഷ
30 ഞാൻ നിർത്തിയാക്കട്ടെ, സമയം കഴിഞ്ഞു പോയി. 5 മിനിറ്റ് എടുത്തോ. ഞാൻ ഇത് രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് നിർത്താം. ഓക്കെ, Yeah. നിങ്ങളെ ബുദ്ധിമുട്ടിക്കത്തില്ല. അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, അറിയാൻ താല്പര്യമുണ്ട്. ഓക്കെ, ഇത് 2 അന്യഭാഷ മനസ്സിലായല്ലോ. മനസ്സിലായി. ഓക്കെ, ഈ അന്യഭാഷ വേറെ ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഈ ഇപ്പൊ പറഞ്ഞ അന്യഭാഷ ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നോക്കണ്ടേ? Yes. നോക്കാം. അത് എന്താണ്? പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 24-25 വാക്യം ഒന്ന് വായിച്ചാട്ടെ. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അറിഞ്ഞു. മതി. അപ്പം ദൈവം അവരുടെ നിലവിളി കേട്ടു. അതുകൊണ്ട് നമുക്ക് നിലവിളിക്കാന്നില്ല, നമ്മളെ പഠിപ്പിക്കുന്നതെല്ലാം ആണോ? അതെ. നമുക്കെല്ലാം നിലവിളിക്കാം, നമുക്ക് കരകണ്ണുനീരോടെ പ്രാർത്ഥിക്കാം നിലവിളി. ആമേൻ. അത് ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചാണ്. എടുക്കട്ടെ. ഇംഗ്ലീഷ് വേണ്ട. കുട്ടിയമ്മ സിസ്റ്ററെ, വായിക്കാം. ഏതൊക്കെയായിരുന്നു എന്നോട് പറഞ്ഞോളൂ. 2:24. 2:24. And God heard their mourning, and God remembered his covenant God heard their what? with Isaac and with Jacob. God heard എന്തോ? God heard their groaning. Groaning. ഞരക്കം. Okay. അപ്പം നിലവിളിയാണോ അത്? The groaning. ഗ്രോണിംഗ് എന്ന് പറഞ്ഞാൽ നിലവിളിയാണോ? അല്ല, ഞരക്കം. അത് തന്നെ. റോമാലേഖനം 8-ാം അധ്യായത്തിന് 26-27 കൊണ്ട് വായിച്ച ഇംഗ്ലീഷില്. മലയാളത്തിൽ ഇംഗ്ലീഷിലോ? മലയാളത്തിൽ വേണ്ട, മലയാളത്തിൽ വായിച്ചാൽ മനസ്സിലാകത്തില്ല, അതുകൊണ്ടാ. 8:26-27. എട്ടിന്റെ 26-27 ആണ്. Likewise, the Spirit also helpeth our infirmity, for we know not what we should pray for as we ought. But the Spirit himself maketh intercession for us with the groaning which cannot be uttered. അപ്പൊ ഗ്രോണിംഗ് എന്നുള്ള വേട് കണ്ടായിരുന്നോ? Yes, കണ്ടായിരുന്നു. കണ്ടു. ഇനി യേശു അന്യഭാഷ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് നോക്കണ്ടായോ? ഉണ്ട്. യേശു യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 33-ാമത്തെ വാക്യം ഇംഗ്ലീഷ് വായിച്ചാൽ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യം ഇംഗ്ലീഷ് വായിച്ചാട്ടോ. When Jesus saw her weeping, and the Ah. Jews who came with her also weeping, he was deeply moved in spirit and troubled. ഓക്കെ, അത് വേറെ മാത്യു ബ്രദറിന്റെ ഭാഷ വായിച്ചാട്ടെ. Jesus therefore saw her weeping, and the Jews also weeping, who came with her. He groaned in the spirit. He groaned in the spirit, അല്ലേ? Yes, groaned. ദേവസന വേറൊരു വേർഷൻ ഇങ്ങനെ പറയുന്നത് 33. When Jesus therefore saw her weeping, and the Jews who came with her also weeping. The Jews also KJV Bible ഞാൻ വായിച്ചേ. He was deeply moved in spirit and was ഡീപ്ലി മൂഡ് എന്നാണ് വേറെ ഒന്നിനകത്ത് കിടക്കുന്നത്. എന്നാൽ ശരിയായിട്ടുള്ള ലാംഗ്വേജിനകത്ത് കിടക്കുന്നത് ഹി ഗ്രോൺഡ് ഇൻ ദ സ്പിരിറ്റ്. കണ്ടായിരുന്നോ? ഓക്കെ, ഇനി അതിന്റെ 38-ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ടെ ഇംഗ്ലീഷില്. Then Jesus, deeply moved again, came to the tomb. It was a cave. ഓക്കെ, അതിനകത്തില്ല. ഇദ്ദേഹത്തിന്റെ ബൈബിളിനകത്ത് വായിച്ചേ. Jesus therefore again groaning in himself cometh into the grave. It was also groaning and inside. അപ്പം ആരൊക്കെയായിരുന്നു ഗ്രോൺ ചെയ്തവർ? ആരൊക്കെയായിരുന്നു ആദ്യം ഗ്രോൺ ചെയ്തത്? ആരായിരുന്നു? ഇസ്രായേൽ. അപ്പൊ ദൈവം കേട്ടു അവരുടെ ഗ്രോണിങ് കേട്ട് അവർക്ക് മറുപടി കൊടുക്കാനായിട്ട് ദൈവം ഇറങ്ങി വന്നു.
പിന്നെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, ഗ്രോൺ ചെയ്യുന്ന ഉടനെ നമുക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്നു. അപ്പം യേശുവിന് വേണ്ടി യേശുവും അപ്പം എന്ത് ചെയ്തു? ഗ്രോൺ ചെയ്തു. ഈ ഭാഷ നമുക്ക് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷയാണ്. ഓക്കെ, ഇതാണ് വേറൊരു അന്യഭാഷ. ഇനി അടുത്തത് ഒന്ന് കൊരിന്ത്യർ 14-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചേട്ടാ. First Corinthians. 1-ാമത്തെ വാക്യം. സ്നേഹമാചരിപ്പാൻ ഉത്സാഹിപ്പിൻ, ആത്മീയ വരങ്ങളും വിശേഷാൽ പ്രവചനങ്ങളും വാഞ്ചിപ്പിൻ. 1-2 അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ആ ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അപ്പൊ ഈ അന്യഭാഷ ആർക്കെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത് 3-ാമത്തെ അന്യഭാഷയാണ്. അപ്പം ആദ്യം ഒരു അന്യഭാഷ പറഞ്ഞു, ആ അന്യഭാഷ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന അന്യഭാഷ. പിന്നെ രണ്ടാമത് പറഞ്ഞത് നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്ന അന്യഭാഷ. മൂന്നാമത് നമ്മൾ നേരിട്ട് ദൈവത്തോട് സംസാരിക്കുന്നു. ഈ അന്യഭാഷ ആർക്കെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 3 എണ്ണമായി. ഇനി 4-ാമത്തേത് ഒരു അന്യഭാഷയോടെ നിങ്ങളെ ഒന്ന് കാണിച്ചതിന് ശേഷം ഞാനിവിടെ നിർത്തിയേക്കാം. 14-22 ഒന്ന് വായിച്ചാട്ടോ. 14-22. അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്കത്രേ. പ്രവചനമോ അവിശ്വാസികൾക്കല്ല, വിശ്വാസികൾക്ക് തന്നെ. വിശ്വാസികൾക്ക് തന്നെ. അപ്പൊ ഈ അന്യഭാഷ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഈ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത്. ആർക്ക് വേണ്ടിയാണ്? പുറത്തുള്ളവർക്ക് വേണ്ടിയാണ്. അപ്പൊ 4 തരത്തിലുള്ള അന്യഭാഷയുണ്ട്. 22-ാമത്തെ വാക്യം ഒന്നുകൂടെ വായില്. അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്കത്രേ. പ്രവചനമോ അവിശ്വാസികൾക്കല്ല, വിശ്വാസികൾക്ക് തന്നെ. അപ്പൊ ഈ അന്യഭാഷ ആർക്ക് വേണ്ടിയുള്ളതാ? പുറത്തുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് പുറത്തുള്ളവർക്ക് വേണ്ടിയുള്ളതാ. അപ്പൊ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഒന്നല്ലോ ഇങ്ങനെ നോക്കി എല്ലാവരും ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. 2 ഇന്റർസൈഡ് ചെയ്യുന്ന ഒരു അന്യഭാഷ. 3 നമ്മളും ദൈവവുമായിട്ട് സംസാരിക്കുന്ന അന്യഭാഷ. ഇത് പുറത്തുള്ളവർക്ക് വേണ്ടിയുള്ള അന്യഭാഷ. ഇത് 4 എണ്ണമുണ്ട്. ഇതിനകത്തിൽ ഒരെണ്ണം കൊണ്ടാണ് എല്ലാവരും എന്ത് നടക്കുന്നത്? യുദ്ധം ചെയ്തുകൊണ്ട് നടക്കുന്നത്. ഏതുകൊണ്ടാണ് യുദ്ധം ചെയ്തുകൊണ്ട് നടക്കുന്നത്? അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ അത് അന്യഭാഷയല്ല. അതുകൊണ്ട് അടുത്ത ആഴ്ചയിൽ നിങ്ങൾ വരുന്നുടനെ എനിക്ക് അന്യഭാഷയിൽ സംസാരിക്കണം, എനിക്ക് പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കണം എന്നുള്ള ഒരു മനോഭാവത്തോടെ വന്നാൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്വീകരിക്കാനായിട്ട് സാധിക്കും. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ